കള്ള് കഞ്ചാവൊന്നും നമ്മളെ ലൈനല്ല. അതും കൊണ്ട് നടക്കണവരോട് നമുക്കൊന്നും പറയാനുമില്ല. നമുക്ക് ഈ ദുനിയാവിൽ ഒരു മുതലിനോട് അഡിക്ഷൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇമ്മാതിരിയായിട്ട് അത് ഞാൻ ആര് എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ മൈൻഡ് ചെയ്യുമ്പോൾ മാറാൻ പറ്റില്ല. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് AITP ഇൻ്റർ സ്റ്റേറ്റ് സർവീസ് നടത്തുന്ന ബസ്സുകളെ പറ്റിയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇൻട്രാ സ്റ്റേറ്റ് അഥവാ ഇൻ്റർ ഡിസ്ട്രിക്റ്റായിട്ട് സർവീസ് നടത്തുന്ന ഡീർ ബസ്സിൻ്റെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടാറ്റ മാർക്കോ പോളോ സ്റ്റാർ ബസ് ഇറക്കിയിരിക്കുന്ന പുതിയ സർവീസാണ്. കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്കാണ് ഈ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോഴിക്കോട് മുതൽ എറണാകുളം വരെയുള്ള ഒരു ട്രാവൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടുള്ള ടാറ്റ മാർക്കോ പോളോ സ്റ്റാർ ബസ് അൾട്രാ ബസ്സുകളിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ബസ്സാണ് ഡീർ ബസ് ഇറക്കിയിട്ടുള്ള ഈ ഒരു ബസ്. ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിതുവരെ പരിചയപ്പെടുത്തിയ എല്ലാം വൈറ്റ് കളറിൽ ഇറങ്ങിയിരിക്കുന്ന ടാറ്റ മാർക്കോ പോളോ ബസ്സുകളായിരുന്നു. എന്നാൽ ഇത് നോക്കൂ, ഡീർ ബസ്. നമ്മളിതിനു മുമ്പ് ഡീർ ബസ്സിൻ്റെ ഒരു വീഡിയോ നമ്മൾ കോഴിക്കോട് മുതൽ ബാംഗ്ലൂർ വരെ എടുത്തിട്ടുണ്ട്. ആ ബസ്സിൻ്റെ അതേ കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു ബസ്സും ടാറ്റ മാർക്കോ പോളോ ബസ് ഇവർ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞുതരാം. 3.3 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനുള്ള ബസ്സാണ്. 5400 ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. 160 HP പവറും 475 Nm ടോർക്കും ഉള്ള ഒരു ബസ്സാണ് ടാറ്റ മാർക്കോ പോളോ സ്റ്റാർ ബസ് അൾട്ര. അതുപോലെ ഇതിൻ്റെ എൻജിൻ ഡിസ്പ്ലേസ്മെൻറ്റ് 3300 cc ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഗ്ലാസ്സിലായിട്ട് ഇവിടെ ഒറ്റക്കൊമ്പ് എന്നുള്ളൊരു പേരൊക്കെ ഇവിടെ സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലക്ഷ്മി ദുർഗ എന്നുള്ള പേര് കാണാം. ഇനി നമുക്കിതിൻ്റെ സൈഡ് പോർഷൻ ലുക്കിലേക്ക് നോക്കിയാൽ നമ്മൾ ഇതുവരെ എടുത്തുള്ള വണ്ടികളെല്ലാം സ്ലൈഡിങ് ഗ്ലാസ് ഉള്ള ടാറ്റ മാർക്കോ പോളോ AC വണ്ടികളാണെങ്കിൽ തന്നെ സ്ലൈഡിങ് ഗ്ലാസ് ഉള്ള വണ്ടികളായിരുന്നു. എന്നാൽ ഇത് ഫിക്സഡ് ഗ്ലാസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. മുകളിലായിട്ട് ഇവിടെ ഡീർ ബസ്സിൻ്റെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, deerbus.in. ഒരൊറ്റ സിംഗിൾ കളറിലാണ് ഈ ഒരു ബസ് ചെയ്തിട്ടുള്ളത്. മറ്റേ നമ്മളെ ഇതിനു മുന്നേ എടുത്ത ഡീർ ബസ് ഒരു ഡുവൽ കളറായിരുന്നെങ്കിൽ ഇത് ഒറ്റ സിംഗിൾ കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഡീർ ബസ്സിൻ്റെ ഈ ലോഗോ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡീർ ബസ് LLP എന്നാണ് ഇവരുടെ ആ ഒരു കമ്പനിയുടെ പേര്. ഒരു അടിപൊളി കിടിലൻ വീൽ കപ്സ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോളോയുടെ എൻഡൂറാസ് 235/75R 17.5 സൈസിലെ ടയേഴ്സാണ് വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ തന്നെ ഫ്ലീറ്റ് എഡ്ജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബസ്സാണ്. ഈ ബസ്സിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോറ് വരുന്നത് ഈ ലാസ്റ്റ് പോർഷനിലാണ് കേട്ടോ. ഓപ്പണബിൾ ഏരിയ ഈ ഒരു പോർഷനിലും ഫ്രണ്ടിൽ ആ ഒരു പോർഷനിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് ലുക്കിലേക്ക് നോക്കിയാൽ ഡിക്കി പോർഷനിലായിട്ട് ഡീർ ബസ്സിൻ്റെ വെബ്സൈറ്റ്, ബുക്കിംഗ് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് പോർഷനിലും റൂട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാറ്റ മാർക്കോ പോളോ സ്റ്റാർ ബസ് അൾട്രയുടെ ഡ്രൈവർ ക്യാബിൻ എന്നുള്ള ലുക്ക്. സീറ്റ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് നമ്മളെല്ലാ വീഡിയോയിലും കാണിക്കാറുള്ളതാണ്. ടാറ്റയുടെ ഡീഫോൾട്ടായിട്ട് വരുന്ന സീറ്റാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഷോക്ക് അബ്സർ കംഫർട്ടുള്ള സീറ്റാണ്. അതുപോലെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ പോർഷൻ, ഗിയർ 6 ഫോർവേഡും ഒരു റിവേഴ്സ് ഗിയറാണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ പരിചയപ്പെടുത്തിയ പല ബസ്സുകളിലും ഇല്ലാത്തൊരു ഐറ്റമാണ് ഈ ഒരു കർട്ടൻ. അതായത് നൈറ്റ് യാത്രയാകുമ്പോൾ പുറത്തുനിന്നുള്ള വെട്ടകത്തേക്ക് അടിക്കാതിരിക്കാൻ ഡീർ ബസ് ഇങ്ങനെ ഒരു കർട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് ഈ ഒരു എൻഡ് വരെ ഈ ഒരു കർട്ടൻ കിട്ടും. അതുകൊണ്ട് യാത്രക്കാർക്ക് കംഫർട്ടായിട്ടിരിക്കാം. അതുപോലെ ഇതിൻ്റെ ബോണറ്റ് ഏരിയക്ക് നോക്കുകയാണെങ്കിൽ ഒരു കുഷൻ അടിച്ചിട്ട് ഒരാൾക്ക് ഇരിക്കത്തക്ക രീതിയിൽ മനോഹരമാക്കിയിട്ട് കുഷൻ അടിച്ചൊരാൾക്ക് ഇവിടെ സുഖമായിട്ട് ഇരിക്കത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സ്ലോപ്പ് പോർഷനായിരുന്നു ഇതിൻ്റെ ഒരു ബോണറ്റ് ഏരിയ. എല്ലാ സീറ്റിലായിട്ടും ഡീർ ബസ് LLP എന്ന് കൊടുത്തിട്ടുള്ള സീറ്റ് കവർ മനോഹരമായിട്ട് ആ ഒരു ബ്ലൂ കളറിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഈ എല്ലാ സീറ്റുകളിലും ഈ സീറ്റ് ബെൽറ്റും ഇൻക്ലൂഡഡ് ആണ്. എല്ലാ സീറ്റിലും സീറ്റ് ബെൽറ്റ് വന്നിട്ടുണ്ട്. 35 റിക്ലൈനിങ് ഉള്ള സീറ്റുകളും
5 നോൺ റിക്ലൈനിങ് സീറ്റുകളുമാണ് ഇതിൻ്റെ ഉള്ളിൽ ടാറ്റ മാർക്കോപോളോ ക്രമീകരിച്ചിട്ടുള്ളത്. താഴെയായിട്ട് ഡീർ ബസ് ഫുള്ളായിട്ട് ഒരു ബ്ലൂ കളർ മാറ്റ് വിരിച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ബ്ലൂ കളർ തീമാണ് മൊത്തത്തിൽ ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കർട്ടൻസ് ആണെങ്കിലും എല്ലാം ബ്ലൂ കളേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ GPS-ൻ്റെ സിസ്റ്റംസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ സാരഥി ഷെഫീഖ് ബ്രോ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. ഡീർ ബസിൻ്റെ അറ്റൻഡർ ഉണ്ണിക്കുട്ടൻ കാസർഗോഡ് സ്വദേശി. അപ്പോൾ ഗൈസ്, കോഴിക്കോട് നിന്ന് എറണാകുളം വരെയുള്ള ഒരു യാത്ര നമുക്ക് ആസ്വദിക്കാം. രാവിലെ 4:30 തന്നെ ഡീർ ബസ് പാർക്കിംഗ് ലോട്ടിൽ നിന്ന് എടുത്തിട്ട് ഇത് നേരെ നമ്മുടെ ബോർഡിംഗ് പോയിൻ്റ് വയ്ക്കുന്ന പാളയത്തേക്കാണ് നമ്മൾ പോകുന്നത്. KSRTC ബസ് സ്റ്റേഷനടുത്തുള്ള പാർക്കിംഗ് ലോട്ടിലാണ് ബസ് പാർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ KSRTC ബസ് സ്റ്റേഷൻ, കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്താൽ കയറാൻ സാധിക്കും. പാളയത്തു നിന്നാണ് വണ്ടിയുടെ ബോർഡിംഗ് പോയിന്റ് വരുന്നത്. പാളയത്തുള്ള PK ട്രാവൽസിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഡീർ ബസിൻ്റെ ബോർഡിംഗ് പോയിൻ്റ് വരുന്നത്. അപ്പോൾ കൃത്യം 5 മണിക്ക് തന്നെ ബസ് പാളയം ബോർഡിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. യാത്രക്കാരെല്ലാം കൃത്യം 5 മണിക്ക് മുമ്പ് തന്നെ പാളയത്ത് എത്തിച്ചേർന്നിരുന്നു. പാളയത്ത് നിന്ന് പുറപ്പെട്ട് രാമനാട്ടുകര, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ശംഖുവെട്ടി, വളാഞ്ചേരി, കുറ്റിപ്പുറം, എടപ്പാൾ, കുന്നംകുളം, ഗുരുവായൂർ, ചാവക്കാട്, തൃപ്രയാർ, കൊടുങ്ങല്ലൂർ വഴിയാണ് വൈറ്റ്ല ഹബിലേക്ക് ബസ് എത്തിച്ചേരുന്നത്. നെക്സ്റ്റ് ബോർഡിംഗ് മിംസ് ഹോസ്പിറ്റലിലാണ്. ഡീർ ബസ് ഈ സർവീസ് തുടങ്ങിയ സമയത്ത് പൊന്നാനി, കൊടുങ്ങല്ലൂർ വഴിയായിരുന്നു സർവീസ് നടത്തിയിരുന്നതെങ്കിലും ഇപ്പോൾ കുന്നംകുളം, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ വഴിയാണ് ഈ ബസ് വൈറ്റ്ല ഹബിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് 26-ാം തീയതി ബുധനാഴ്ച രാവിലെയാണ്. എന്നാൽ 25-ാം തീയതി രാത്രി കോഴിക്കോട് നഗരത്തിൽ നല്ല അടിപൊളി കിണ്ണം കാച്ചിയ മഴയായിരുന്നു. എന്നാൽ രാവിലെ ഇപ്പോൾ ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് സിറ്റിയുടെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ അപ്പോൾ ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുള്ളൂ. ഈ കുണ്ടായത്തോട് ഭാഗത്തോട്ടൊന്നും മഴ പെയ്തായിട്ടൊരു ലക്ഷണമേ റോഡ് കണ്ടിട്ട് കാണാനില്ല. രാത്രി ഈ പല കളറിലടിച്ച കൈവരി കാണാൻ നല്ല ഭംഗിയാണല്ലേ, നോക്കിയേ എന്താ ബ്യൂട്ടി. ഇവിടുന്ന് റൈറ്റാണ് ഫറൂഖ് ടൗൺ. ഇവിടുന്ന് ബോർഡിംഗ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രാമനാട്ടുകരെത്തി. ഇവിടുന്നും നമുക്ക് ബോർഡിംഗ് ഉണ്ട്. വലത്തേക്കാണ് തൃശ്ശൂർ, എറണാകുളം. നേരെ പോകുന്നത് മലപ്പുറം, മഞ്ചേരി റൂട്ടാണ്.
രാമനാട്ടുകര ഫ്ലൈ ഓവറിന് അവിടുന്ന് ലെഫ്റ്റ് പോകുമ്പോൾ മഞ്ചേരി, മലപ്പുറം, പാലക്കാട് നമുക്ക് നേരെ. പണി കഴിഞ്ഞ NH-ൻ്റെ ലുക്ക് നോക്കിയേ. എന്താ ലുക്ക്! NH-ൻ്റെ ഫുള്ള് പണി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ഫുള്ള് ക്യാബിൻ റൈഡ് വീഡിയോ അടിക്കാം കേട്ടോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജംഗ്ഷൻ. നമുക്ക് ഇവിടുന്ന് ഒരു ടിക്കറ്റ് ബോർഡിംഗ് ഉണ്ട്. കാലിക്കറ്റ് എയർപോർട്ട് അടുത്ത്. AITPയുടെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അപ്പം തന്നെ ചോദിക്കാറില്ല എത്ര പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇതാക്കണ്ടോ, പകുതിയോളം പാസഞ്ചേഴ്സ് കോഴിക്കോട് നിന്ന് നമുക്ക് ബുക്കിംഗ് ഉണ്ട്. അഴീക്കോട് ജംഗ്ഷൻ. ഇവിടുന്ന് വലത്തേക്കാണ് തിരൂർ പോകുന്നത്. ചങ്കുവെട്ടി നേരെ കോട്ടയ്ക്കൽ, മലപ്പുറം. ബസ് ഓൺ ടൈമാണ് കേട്ടോ. സമയം ഇപ്പോൾ 6 മണി. നമ്മൾ ചങ്കുവെട്ടിയിൽ എത്തിയിട്ടുണ്ട്. നേരെ പോകുന്നതാണ് കോട്ടയ്ക്കൽ, മഞ്ചേരി, മലപ്പുറം, പെരിന്തൽമണ്ണ നേരെ തൃശ്ശൂർ, ശബരിമല, എറണാകുളമൊക്കെ റൈറ്റ്. തൃശ്ശൂരിൻ്റെയും കോഴിക്കോടിൻ്റെയും ഇടയിലായിട്ട് പുത്തനത്താണിക്കടുത്തുള്ള ഈ ഒരു ടോൾ പ്ലാസ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ പണികളൊക്കെ ഏകദേശം പൂർത്തീകരിച്ച് വരുന്നുണ്ട്. ഉടനെ തന്നെ ടോൾ പ്ലാസ ഓപ്പൺ ആകുമായിരിക്കും. ഇതാ ഈ വലതുവശത്ത് നമ്മുടെ മുകളിലൂടെ പോകുന്നതാണ് വട്ടപ്പാറ വയഡക്റ്റ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വയഡക്റ്റാണ് വട്ടപ്പാറയിൽ ഒരുങ്ങുന്നതെന്നാണ് പറയുന്നത്. ഇതാണ് പ്രമുഖനായ വട്ടപ്പാറ വളവ്. ഒരുപാട് വാഹനങ്ങൾ, പ്രധാനമായിട്ടും ചരക്ക് ലോറികളാണ് ഈ ഒരു വളവിൽ മറിഞ്ഞിട്ടുള്ളത്. വട്ടപ്പാറ വയഡക്റ്റ് വരുന്നതോടുകൂടി വട്ടപ്പാറ വളവ് വഴിയുള്ള വണ്ടികളുടെ എണ്ണം കുറയും. വളാഞ്ചേരി ടൗണിലേക്ക് പോകേണ്ടവ മാത്രമേ ഇങ്ങോട്ട് വരികയുള്ളൂ. വളാഞ്ചേരി ടൗൺ, ഇത് റൈറ്റ്. തൃശ്ശൂർ, ഗുരുവായൂർ, എറണാകുളം. ലെഫ്റ്റ് പെരിന്തൽമണ്ണ, നേരെ പാലക്കാട്, റൈറ്റ് തൃശ്ശൂർ. നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. 6:15 നമ്മൾ വളാഞ്ചേരി ടൗൺ കടന്നു പോവുകയാണ്. വളാഞ്ചേരി നമുക്ക് ബോർഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നേരെ നമ്മളിനി കുറ്റിപ്പുറം. വട്ടപ്പാറ വളവും വളാഞ്ചേരി ടൗണും ഒഴിവാക്കി വരുന്ന വട്ടപ്പാറ വയഡക്റ്റ് വന്ന് കയറുന്നത് മൂക്കിലപ്പീടിക എന്ന ഈ ഒരു സ്പോട്ടിലേക്കാണ്. കുറ്റിപ്പുറം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. താഴെ തന്നെയാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനും വരുന്നത്. ഡിഫൻഡർ
നേരെ പോകുന്നതാണ് പൊന്നാനി. ലെഫ്റ്റ് തൃശ്ശൂർ. ഡീർ ബസ് ഓടിത്തുടങ്ങിയ സമയത്ത് കുറ്റിപ്പുറത്ത് നേരെ പോയിട്ട് പൊന്നാനി കൊടുങ്ങല്ലൂർ വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് ടേൺ ചെയ്തിട്ട് കുന്നംകുളം ഗുരുവായൂർ വഴിയാണ് വൈറ്റ്ല ഹബിലേക്ക് പോകുന്നത്. നമ്മൾ എടപ്പാൾ ടൗണ്. സമയം 6:35. എടപ്പാൾ ഫ്ലൈ ഓവർ. എടപ്പാൾ ടൗണ് കവർ ചെയ്ത് മേൽപ്പാലാണ്ടത്. ചങ്ങരംകുളം ജംഗ്ഷൻ. സൂര്യൻ ചുവന്ന തൊടുത്ത് ഉദിച്ചുകൊണ്ടിരിക്കുന്നു. പെരുമ്പിലാവ് ജംഗ്ഷൻ. ഇവിടെ ലെഫ്റ്റ് പട്ടാമ്പി നിലമ്പൂരൊക്കെ ലെഫ്റ്റ്. തൃശ്ശൂരിൻ്റെയും കുന്നംകുളം പെരുമ്പിലാവിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പൈപ്പ് ലൈൻ്റെ പണി തുടങ്ങിയിട്ട് കുറേ കൊല്ലമായിട്ടോ. ഇപ്പം എൻ്റെ പകുതി റോഡ് മാത്രമേ ഉള്ളൂ, പകുതി ഒരു മണ്ണിട്ടേക്കാണ്. അപ്പം റോഡ് പകുതിയും കുത്തിക്കുഴിച്ച് ആ പകുതിയും കൊണ്ടുപോയെന്ന് തോന്നുന്നു. ഇവിടുന്ന് ലെഫ്റ്റ് വന്നിട്ടോ കിക്കാവ് KCB റോഡ്. പണി ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട്. ഈ ലെഫ്റ്റ് റോഡ് പണാക്കിയിട്ടില്ല. സമയം 7 മണി. കുന്നംകുളം ടൗൺ. 8 മണി കഴിഞ്ഞാൽ ഈ വൺ വേ കൂടെ ലെഫ്റ്റ് കയറിയിട്ട് നമുക്ക് ബസ്സുകൾക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ രാവിലെ ട്രാഫിക് അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ടൗൺ റോഡ് കയറി ഗുരുവായൂർ റോഡിലോട്ട് കയറാൻ പറ്റും. കുന്നംകുളത്ത് നിന്നാണ് നമ്മൾ ഗുരുവായൂർക്ക് തിരിയുന്നത്. ഇതാണ് കുന്നംകുളം ജംഗ്ഷൻ.
ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്ന ഒന്ന് തൃശ്ശൂർ മെയിൻ റോഡും ഒന്ന് വടക്കാഞ്ചേരിയും. നമുക്ക് നേരെ കയറി കഴിഞ്ഞാൽ ഗുരുവായൂർ, ചാവക്കാട്, തൃപ്രയാട്, കൊടുങ്ങല്ലൂർ റൂട്ടിലേക്ക് പോകാം. ഇവിടുന്ന് കൽക്കട്ട കുന്നംകുളം ബസ് സ്റ്റാൻഡ്. നമ്മുടെ ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടോ? ഓപ്പോസിറ്റ് ബസ് രാവിലെ 5 മണിക്കാണ് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സെയിം റൂട്ട് തന്നെ. അതുപോലെ തിരിച്ച് 5:30 കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് തിരിച്ചു പോകും. ലെഫ്റ്റ് ആട്ടോ ഗുരുവായൂർ ക്ഷേത്രം. ഗുരുവായൂർ ലെഫ്റ്റ്. കൂടുതൽ ബോർഡിംഗ് ഉണ്ട്. ഈ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് റൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂർ അമ്പലം നടയിലേക്ക് കയറാൻ പറ്റും. 7:15 ബസ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് രാവിലെ ദർശനത്തിനായിട്ട് പുറപ്പെടുന്ന ആളുകൾക്കൊക്കെ ഉപകരിക്കപ്പെടുന്ന ഒരു സർവീസാണ് ഡീർ ബസ്സിൻ്റെ ഈ ഒരു ബസ്. AC കംഫർട്ടും പുഷ് ബാക്ക് സീറ്റ് കംഫർട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അധികം അലച്ചിലില്ലാതെ ക്ഷീണമില്ലാതെ രാവിലെ നിങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിന് ദർശനത്തിനായിട്ട് വരാം. ഗുരുവായൂർ അമ്പലത്തിൽ മാത്രമല്ല, തൃപ്രയാർ, കൊടുങ്ങല്ലൂർ അമ്പലങ്ങളിലേക്കൊക്കെ രാവിലെ പോകത്തക്ക രീതിയിലുള്ള ഒരു അടിപൊളി സർവീസാണ് ഡീർ ബസ്സിൻ്റേത്. ഇതാട്ടോ ഗുരുവായൂർ കഴിഞ്ഞപ്പോൾ ബസ്സിൽ 3/4 ഭാഗത്തോളം പാസഞ്ചേഴ്സ് ഉണ്ട്. ഗുരുവായൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മുടെ ബോർഡിംഗ് പോയിന്റ് വരുന്നത് ചാവക്കാടാണ് കേട്ടോ. മിനി ഗൾഫ് എന്നാണ് ചാവക്കാടിനെ പൊതുവെ അറിയപ്പെടുന്നത്. ചാവക്കാട്. റൈറ്റ് കോഴിക്കോട് പൊന്നാനി ചെമ്പ്രോട്ടം.
ചാവക്കാട് ടൗൺ കഴിഞ്ഞ ഉടനെ നമ്മൾ തിരിച്ച് ഹൈവേയിലേക്ക് കയറുകയാണ്. നമ്മൾ കുറ്റിപ്പുറത്ത് നിന്ന് തിരിഞ്ഞ ഹൈവേ, അതിലേക്കാണ് നമ്മൾ വീണ്ടും ചാവക്കാട് ടൗൺ കഴിഞ്ഞിട്ട് കയറുന്നത്. വാടനംപള്ളി ടൗൺ. സമയം 7:50. തൃപ്രയാർ ടൗൺ. തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടവർക്കൊക്കെ ഇവിടെ ഇറങ്ങാൻ പറ്റുന്നതാണ്. നമുക്ക് പാസഞ്ചർ റിവ്യൂ കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, എന്താ പേര്? കൃഷ്ണൻ, രാമനാട്ടുകര. എങ്ങോട്ട് യാത്ര? എങ്ങനെയുണ്ട് ഡീർ ബസ്സിൻ്റെ പുതിയ സർവീസ്? എങ്ങനെയുണ്ട്? യാത്രയൊക്കെ സുഖമാണ്. ഇങ്ങനെ സീറ്റിംഗ് എങ്ങനെ ഉഷാറാണോ? ഓ, കുഴപ്പമില്ല.
പീടിക നമുക്കൊരു ബോർഡിംഗ് ഉണ്ട്. ചന്ദ്രഭാനുന്നാണ് പേര്. ഓക്കെ. കൊടുങ്ങല്ലൂരേക്ക് പോവുകയാണ്. ഓക്കെ. ഞാനും ഭാര്യയും മകളും. ഓക്കെ. യാത്ര ബസ് നല്ല സുഖമായി കംഫർട്ടായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. എ സി എങ്ങനെയുണ്ട്? സീറ്റിംഗ് കംഫർട്ട് എങ്ങനെയുണ്ട്? സീറ്റിംഗ് കംഫർട്ടും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. എ സി നല്ല എ സിയാണ്. ഓക്കെ. സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇനി ബസ് തന്നെ പ്രിഫർ ചെയ്യണം കേട്ടോ. ഓ ആയിക്കോട്ടെ. സമയം 8:30. കൊടുങ്ങല്ലൂർ ടൗണിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനം നടത്തേണ്ടവർക്കൊക്കെ ഈ ഒരു ബസ് സർവീസ് ഉപയോഗിക്കാവുന്നതാണ്. കൊടുങ്ങല്ലൂർ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങാനുണ്ട്. എറണാകുളം മലത്തോട്ട് തൃശ്ശൂർ നേരെ. ഇന്ത്യയിലെ ആദ്യ മോസ്ക് ചേരമൻ ജുമാ മസ്ജിദ്. നമ്മൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്ക് കടന്നു. കുന്നം.
സമയം 8:55. നമ്മൾ നോർത്ത് പറവൂരിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂനമ്മാവ്. നിങ്ങളിതൊന്നും നോക്കിക്കേ, അത് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. ആ ടോറസ് ലോറികൾ, ഭാരത് ബെൻസിൻ്റെ ടോറസ് ലോറികൾ അടുക്കി നിരത്തിയിട്ടേക്കുന്നുണ്ടോ? എന്താ ഒരു ഭംഗി! കാസർഗോഡ് മുതൽ കൊല്ലം കഴക്കൂട്ടം വരെ ഹൈവേയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? എല്ലായിടത്തും ഉണ്ട് വർക്ക്. ഓക്കെ, ചേട്ടാ എന്താ പേര്? കൃഷ്ണദീപ് എന്നാണ്, ചെന്നൈയിൽ നിന്നാണ്. ഓക്കെ. ഇവിടെ ആദ്യമായിട്ടാണ് ഈ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. എവിടെ നിന്ന് കയറിയേ? കൃഷ്ണദീപ്. എവിടെ നിന്ന് കയറിയേ? ഞാൻ കയറിയത് 3 പടിക്കാണ്. 3 പടിക. വൈറ്റിലേക്കാണോ? അതെ. നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വണ്ടി നല്ല ടൈം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഡിലേ ഇല്ല. ഓക്കെ. പിന്നെ എല്ലാം വളരെ നീറ്റാണ്. പിന്നെ സ്റ്റാഫ് വളരെ ഫ്രണ്ട്ലിയാണ്. ഓവറോൾ എക്സലൻറ്റ് എക്സ്പീരിയൻസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി വരാപ്പുഴ പാലാണ് കയറാൻ പോണത്. ഇനി ഇപ്പുറത്തോട്ടൊന്ന് നോക്കിയാൽ പുതിയ വരാപ്പുഴ പാലത്തിൻ്റെ പണികൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡിയർ ബസ്സിൻ്റെ ക്രൂ പാസഞ്ചേഴ്സിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എവിടെ ഇറങ്ങിയാൽ എങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നുള്ള കൃത്യമായ വിവരങ്ങൾ ക്രൂ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വൈറ്റ്ല ഹബിലേക്കുള്ള സെൻറ്റ് ജോർജ് KL10 വണ്ടിയാണല്ലോ, മലപ്പുറം രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. അതിൻ്റെ ഗ്ലാസ്സിൽ ഉള്ളിലേക്ക് നോക്കിയപ്പോഴാണ് ലേഡീസ് എല്ലാം പുറകിലിരിക്കുന്ന കണ്ടത്. അപ്പോൾ ഇങ്ങനെ പണ്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് ലേഡീസിനെല്ലാം പുറകിലേക്കാക്കിയ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടോ? നമ്മൾ എടപ്പള്ളി. സമയം 9:25. അങ്ങനെ എടപ്പള്ളി സിഗ്നലിൽ വലിയ ട്രാഫിക് ജാം ഇല്ലാതെ നമ്മൾ ക്രോസ് ചെയ്യുകയാണ്. ഇത്രയും ദൂരം നമ്മൾ കൃത്യസമയം പാലിച്ചു വന്നു. ഇനി എടപ്പള്ളി മുതൽ വൈറ്റ്ല ഹബ്ബ് വരെയുള്ള ദൂരത്തിലാണ് ബ്ലോക്കുകൾ കൂടുതൽ വരാൻ സാധ്യതയുള്ളത്.
പാലാരിവട്ടം. അപ്പോൾ രാവിലെ എറണാകുളത്തേക്ക് ഓഫീസ് ആവശ്യത്തിനോ ഇൻ്റർവ്യൂ ആവശ്യത്തിനൊക്കെ എത്തുന്നവർക്ക് പറ്റിയൊരു സർവീസാണ് കേട്ടോ ഡിയർ ബസ്സിൻ്റെ ഈ ഒരു ബസ്. AC ബസ്സായതുകൊണ്ട് തന്നെ നമുക്ക് അധികം ക്ഷീണമല്ലാതെ നമുക്ക് ഓൺ ടൈം ഒരു 9:30 ഇവർ പറയുന്ന സമയം, ആ സമയത്ത് തന്നെ വണ്ടി ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ടൈമിന് എത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സർവീസാണ് ഡിയർ ബസ്സിൻ്റെ ഈ ഒരു ATP ടാറ്റ മാർക്കോ പോളോ ബസ് കേട്ടോ. അപ്പോൾ മാക്സിമം ആൾക്കാർ ഇത് റെഡ് ബസ്സിൽ ബുക്ക് ചെയ്തിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ഗൈസ്, അങ്ങനെ നമ്മൾ വൈറ്റില ഡെസ്റ്റിനേഷനിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഓൺ ടൈം 9:30 കഴിഞ്ഞപ്പോൾ നമ്മൾ വൈറ്റില ഹബിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. KSRTCയുടെ ഇതേ ശ്രേണിയിലുള്ള KSRTC സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സിന് 40 സീറ്റുകൾക്കും ഒരേ ചാർജ് ഈടാക്കുമ്പോൾ ഡിയർ ബസ്സിന് റിക്ലൈനിങ് ഇല്ലാത്ത ബാക്കിലെ 5 സീറ്റുകൾക്ക് ചാർജിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഡിയർ ബസ്സിൻ്റെ പാർക്കിംഗ് വൈറ്റില ഹബിൽ വരുന്നത് ഈ പമ്പിനോട് ചേർന്ന് തന്നെയാണ്. ക്രൂവിനായിട്ട് റൂമും കാര്യങ്ങളൊക്കെ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ റൂമിലേക്ക് വിശ്രമിക്കാൻ പോകും. കൃത്യം 5:30 വൈറ്റില ഹബിൽ നിന്ന് തിരിച്ച് ഗുരുവായൂർ വഴി കോഴിക്കോടേക്ക് ഡിയർ ബസ് പുറപ്പെടുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കോഴിക്കോട് നിന്ന് രാവിലെ 5 മണിക്കും അതുപോലെ എറണാകുളം വൈറ്റിലയിൽ നിന്ന് വൈകുന്നേരം 6 മണിക്കുമാണ് നമ്മളിന്ന് പുറപ്പെട്ട സർവീസ് പുറപ്പെടുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് രാവിലെ എറണാകുളത്ത് നിന്ന് 5 മണിക്കും കോഴിക്കോട് നിന്ന് 5:30ക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സർവീസും പുറപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഒരു യാത്ര എറണാകുളം ഭാഗത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഒരു മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഓഫീസ് ടൈം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എറണാകുളത്തേക്ക് എത്തത്തക്ക രീതിയിൽ നല്ല AC കംഫർട്ടിൽ പുഷ് ബാക്ക് സീറ്റ് കംഫർട്ടിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് റെഡ് ബസ്സിൽ നിങ്ങൾക്ക് ഡിയർ ബസ്സിൻ്റെ ഈ ഒരു ബസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് ഓൾമോസ്റ്റ് 3/4 ഭാഗത്തോളം ആൾക്കാർ ഇന്ന് യാത്ര ചെയ്യാനുണ്ടായിരുന്നു. എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് ഈ ബസ്സിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതുപോലെ പുതിയ ബസ്സുകളും അതുപോലെ യാത്രാവിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബീച്ച് നിലമ്പൂർ.